സോക്രട്ടീസ് ഒരു ദിവസം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത്, അറിയാലോ വലിയ തത്വചിന്തകനാണ് അദ്ദേഹം, ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ശിഷ്യൻ വന്നിട്ട് ചോദിച്ചു, എനിക്ക് ജീവിതത്തിൽ വിജയിക്കണം, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പൊ സോക്രട്ടീസ് പറഞ്ഞു, നീ പോയിട്ട് നാളെ വാ, പറഞ്ഞുതരാന്ന് പറഞ്ഞു. നാളെ ഒരു അരുവിയുടെ അടുത്താണ് വരാൻ പറഞ്ഞത്. അരുവിയുടെ അടുത്ത് ഈ പയ്യൻ വന്ന സമയത്ത് വിജയിക്കണ്ടേ മോനെ എന്ന് ചോദിച്ചു. എനിക്ക് വിജയിക്കണം എന്ന് പറഞ്ഞു. നീ എൻ്റെ കൂടെ വാന്ന് പറഞ്ഞ് വിളിച്ച് ആ പുഴയുടെ അകത്തോട്ട് പുള്ളി നടക്കാൻ തുടങ്ങി. അപ്പൊ കുറെ ശിഷ്യനും നടന്ന് ഇത്രയും വെള്ളമായ സമയത്ത് സോക്രട്ടീസ് എന്ത് ചെയ്തു, നിനക്ക് വിജയിക്കണ്ട മോനെ, വിജയിക്കണം, ശരിക്കും വിജയിക്കണം. കഴുത്തിന് പിടിച്ച് വെള്ളത്തിൽ നോക്കിയവൻ എപ്പോഴേക്കും തിരിച്ചു പൊക്കിയപ്പോ ശ്വാസം വലിച്ചതും അടുത്ത് മുക്ക്, പിന്നെയും പൊക്കി. ഇതൊരു 4 റൗണ്ട് തുടർന്നിട്ട് 4ാമത്തെ റൗണ്ടായപ്പം ഈ പുള്ളി തിരിച്ചു പൊക്കുന്നില്ല, വെള്ളത്തിനടുത്ത് തന്നെ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്. ഗുളുകുളാന്ന് പറഞ്ഞ് വായിക്കത്തുനിന്ന് ബബിൾസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അവസാനം ഇങ്ങനെ ഒരു രക്ഷയിലാണെന്നപ്പോ കൊതറി അങ്ങോട്ട് എണീറ്റിട്ട്, എനിക്ക് സക്സസും വേണ്ട, ഒന്നും വേണ്ട, ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് പുള്ളി തിരിച്ചു പോകാൻ പോയി. അപ്പൊ സോക്രട്ടീസ് അവിടെ നില്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, നീ വെള്ളത്തിനടിയിൽ കിടന്നപ്പോ നീ എന്തിനാ ആഗ്രഹിച്ചേ? ശ്വാസത്തിന് വേണ്ടി. നിന്റെ ശരീരം എന്തിനു വേണ്ടി ആഗ്രഹിച്ചേ? ശ്വാസത്തിന് വേണ്ടി. മനസ്സെന്തിനു വേണ്ടി ആഗ്രഹിച്ചേ? ശ്വാസത്തിന് വേണ്ടി. നിന്റെ തലച്ചോറ് എന്തിനു വേണ്ടി ആഗ്രഹിച്ചേ? ശ്വാസത്തിന് വേണ്ടി. നിന്റെ ആത്മാവ് അല്ലെങ്കിൽ ജീവൻ എന്തിനു വേണ്ടി ആഗ്രഹിച്ചേ? ശ്വാസം കിട്ടി ജീവൻ നിലനിർത്താൻ. ഇതേപോലെ ജീവിതത്തിൽ നീ എന്തിനു വേണ്ടി ആഗ്രഹിച്ചോ അത് നീ നടപ്പിലാക്കും.